Kitex Flowers TV Awards. Kitex Flowers TV Awards co-powered by Merry Boy Ice Cream and Bhima Jewels. Yes, gold sponsor KLM Group and silver sponsor Dhatri. ഈ ഒരു വേദിയിൽ അവാർഡ്സ് നൽകാൻ വേണ്ടി ആകാംക്ഷയോടെ അത് ഏറ്റുവാങ്ങാൻ വേണ്ടിയും കാത്തിരിക്കുകയാണ് മലയാളം ടെലിവിഷനിലെ ആർട്ടിസ്റ്റ് എല്ലാവരും തന്നെ. ആൻഡ് വളരെയധികം സന്തോഷമുണ്ട് ബിക്കോസ് എവറിബഡി ഈസ് ഹിയർ ടുഗെദർ. യൂഷ്വലി ഒരു ചാനലിൻ്റെ അവാർഡ് ഫംഗ്ഷന് ആ ചാനലിലെ ആൾക്കാരെ കാണാം, മറ്റൊരു ചാനലിലെ അവാർഡ് ഫംഗ്ഷനെ ആ ചാനലിലെ മാത്രം കാണാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചുണ്ട് ആൻഡ് ദാറ്റ് വി വെരി വെരി ഹാപ്പി. പക്ഷേ ഈ ഒരു അവസരത്തിൽ മറ്റൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മളെല്ലാം ഓർക്കണം. മലയാള ടെലിവിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് മുഖങ്ങളുണ്ട് അല്ലേ? വളരെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ മലയാള ടെലിവിഷൻ്റെ ഒരു കാലത്തെ മുഖം എന്ന് പറയുന്നത് അവരായിരുന്നു. അത്തരം ചില ആളുകളെ ആദരിക്കാനുള്ളൊരു വേദി കൂടിയായി മാറുകയാണ് കിറ്റെക്സ് ഫ്ലവേഴ്സിന്റെ ഈ ഒരു TV അവാർഡ്. യെസ്, ആൻഡ് ഒരു കാലത്ത് എന്ന് പറയാൻ പറ്റില്ല, ഇന്നും അവർ നിറഞ്ഞ സാന്നിധ്യമാണ്. ഇന്നും നമ്മുടെ ടെലിവിഷനിൽ അവരൊരു നിറ സാന്നിധ്യം തന്നെയാണ്. അപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ബട്ട് ബിഫോർ ദാറ്റ് ഈ ആദരണീയ കലാകാരന്മാരെ ആദരിക്കുന്നതിനായി കുറച്ച് വിശിഷ്ടാതിഥികൾ നമ്മളുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ വ്യക്തിയെ ആദരിക്കുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഓൺ സ്റ്റേജ് Kitex Flowers TV Awards. ജി ജയകുമാർ ഭാവചിത്ര കാമ്പുള്ള കഥയുടെയും ദൃശ്യമികവിന്റെയും പെരുമയോടെ 90കളിൽ പുറത്തിറങ്ങിയ പെരുന്തച്ഛനും പാതയവും ഒക്കെ മലയാളികളുടെ മുന്നിലെത്തിച്ചത് ഭാവചിത്ര എന്ന നിർമ്മാണ കമ്പനിയായിരുന്നു. പ്രേക്ഷകർക്ക് മികച്ച ചിത്രങ്ങൾ സംഭാവന ചെയ്ത ഭാവചിത്ര ജയകുമാർ വർഷങ്ങൾക്കു ശേഷം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി മികച്ച പരമ്പരകളും ഒരുക്കി. ഏഷ്യാനെറ്റിലെ പരസ്പരവും ചന്ദനമഴയും കുങ്കുമപ്പൂവും റേറ്റിംഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചപ്പോഴും ഈ പരമ്പരകളുടെ നിർമ്മാതാവും ഭാവചിത്ര ജയകുമാർ എന്ന പ്രതിഭാധനനായിരുന്നു. ഭാവനകൾ ചിറകടിച്ചു പറന്നുയരുന്ന കിറ്റെക്സ് ഫ്ലവേഴ്സ് TV അവാർഡ്സിന്റെ ഭാവസാന്ദ്രമായ പുരസ്കാര സദസ്സിലേക്ക് ഭാവചിത്ര ജയകുമാറിന് സ്നേഹസ്വാഗതം. Kitex Flowers TV Awards. എല്ലാവിധ സ്നേഹാദരങ്ങളോടും കൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം TR ഓമന, മലയാളത്തിന്റെ സ്വന്തം അമ്മ. Kitex Flowers TV Awards. 23-ാം വയസ്സിൽ തന്നെ മലയാള ചലച്ചിത്ര ലോകത്തെ ഓമന അമ്മയായി മാറിയ TR ഓമന. ബാലതാരമായ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ച ഓമന 1965-ൽ പുത്രധർമ്മം എന്ന സിനിമയിൽ നായികയായി. എന്നാൽ പിന്നീടങ്ങോട്ട് നസീറും സത്യനും അടങ്ങുന്ന മലയാള സിനിമയുടെ അഭിനയ പ്രതിഭകളുടെ അമ്മ വേഷങ്ങളാണ് ഓമനയെ കാത്തിരുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട ദുഃഖപുത്രി ശാരദയുടേതായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം TR ഓമനയുടേതായിരുന്നു. TR ഓമന ഒരു നടി മാത്രമല്ല, കഥകളി കലാകാരി കൂടിയാണ്. നിരവധി വേദികളിൽ കഥകളി അവതരിപ്പിച്ചിട്ടുമുണ്ട്. നിരവധി ടെലിവിഷൻ പരമ്പരകളിലും TR ഓമന വേഷമിട്ടു. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ചന്ദനമഴയിൽ മുത്തശ്ശിയായി പ്രേക്ഷകരുടെ സ്നേഹം ഏറ്റുവാങ്ങി കലാജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. മലയാളികളുടെ ഓമനയായ TR ഓമനയെ കിറ്റെക്സ് ഫ്ലവേഴ്സ് TV അവാർഡ്സിന്റെ ധന്യമായ ഈ വേദി അഭിമാനപൂർവ്വം ആദരിക്കുന്നു. Kitex Flowers TV Awards. പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയായിരുന്നു ഫ്ലവേഴ്സിൽ നിന്നും എനിക്ക് വന്നത്. കാരണം ചാനൽസ് ആരും തന്നെ ഇന്ന് വരെ എന്നെ വിളിച്ച് ഒരു അവാർഡ് തരുകയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്ലവേഴ്സിൻ്റെ വിളി വന്നപ്പോൾ എനിക്ക് അതിശയമായിരുന്നു. എന്താണ് പ്രത്യേകത ഇതിന്? ഏതാണ്ട് ഒരു 58 വർഷത്തോളം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സിനിമയായിട്ടും സീരിയലായിട്ടും ഡബ്ബിങ്ങായിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു അംഗീകാരവും ഒരു ചാനലും എനിക്ക് തന്നിട്ടില്ല. ആദ്യമായിട്ട് ഫ്ലവേഴ്സ്
എനിക്കിത് വിളിച്ചു തന്നു. തികച്ചും ആത്മാർത്ഥമായും നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. വളരെ പുതിയ ചാനലാണെങ്കിലും ഈ ചാനലിന് വേണ്ടി ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്നുമെന്നും നന്ദിയോടുള്ള സ്മരണ എന്നിൽ കൊണ്ടായിരിക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അടുത്തതായി നമ്മൾ ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത് ഏത് വ്യക്തിത്വത്തെയാണ് എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെയും സംഭാവന നമുക്ക് വാക്കിൽ പറഞ്ഞാൽ തീർക്കാൻ പറ്റില്ല. അത്രയും അധികം വർഷം അദ്ദേഹം സിനിമ ടെലിവിഷന് വേണ്ടി നൽകിയിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹു ഇറ്റ് ഈസ്. കിറ്റെക്സ് ഫ്ലവേഴ്സ് ടിവി അവാർഡ്സ്. ജി.കെ. പിള്ള എന്ന ജി. കേശവ പിള്ള മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ മാറ്റി നിർത്താനാവാത്ത അഭിനയ പ്രതിഭയാണ്. ഉത്തെഴുത്ത് മുറ്റത്ത് എന്ന് കൃഷ്ണവാര്യർക്ക് പോകാം. മലയാള സിനിമയുടെ തുടക്കകാലം മുതൽ ഇന്നത്തെ ന്യൂ ജനറേഷൻ സിനിമാ കാലം വരെയും തുടരുന്ന കലാജീവിതം. ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ജി.കെ. പിള്ള 1954 സ്നേഹസീമയിലൂടെയാണ് മലയാള സിനിമയുടെ ഭാഗമാകുന്നത്. പ്രതിനായിക വേഷത്തിൽ തുടങ്ങി സഹനടനും സ്വഭാവ നടനുമൊക്കെയായി 60 വർഷം കൊണ്ട് 300-ലേറെ സിനിമകളുടെ ഭാഗമായി ഈ അതുല്യ പ്രതിഭ. ഏഷ്യാനെറ്റിലെ കുങ്കുമപ്പൂവ് പരമ്പരയിലൂടെ മലയാളിയുടെ വീടകങ്ങളിലും ചിരപ്രതിഷ്ഠ നേടി. ഭാഗ്യവും പ്രതിഭയും ഒരുപോലെ ആവശ്യമായ ചലച്ചിത്ര ലോകത്ത് 60 വർഷം ഒരിക്കലും ഒരു ചെറിയ കാലയളവല്ലെന്ന തിരിച്ചറിവാണ് ജി.കെ. പിള്ള എന്ന നടനെ കിറ്റെക്സ് ഫ്ലവേഴ്സ് ടിവി അവാർഡ്സിന്റെ ഈ പുരസ്കാര പുണ്യം നിറഞ്ഞ സന്ധ്യ അഭിമാനപൂർവ്വം ആദരിക്കുന്നത്. കിറ്റെക്സ് ഫ്ലവേഴ്സ് ടിവി അവാർഡ്സ്. തീർച്ചയായിട്ടും വലിയൊരു കൈയടി അദ്ദേഹത്തിന് നമ്മൾ നൽകണം. ഇന്നും ടെലിവിഷൻ സ്ക്രീനിലും സിനിമയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേ എനർജി, അതേ ഒരു ആക്ടിംഗ് സ്പിരിറ്റ്. ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ഹാൻഡ് ഓവർ ദി അവാർഡ്. നമസ്കാരം. ആ നമസ്കാരം എങ്ങനെ പറയണം എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിക്കുകയായിരുന്നു. മലയാള സിനിമാ രംഗത്ത് ഈ വർഷം 61ാമത്തെ വർഷമാണ്. സംഭവബഹുലമായൊരു ജീവിതത്തിൽ പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സിനിമയിലേക്ക് വന്നത്. 2ാം ലോകമഹായുദ്ധം, കാശ്മീർ യുദ്ധം 3 വർഷം, രാഷ്ട്രീയം, അതിനിടയിൽ പട്ടാള ജീവിതം വഴിയിൽ ഉപേക്ഷിച്ച് മലയാള സിനിമാ രംഗത്തേക്ക് വന്നതാണ്. എൻ്റെ നാട്ടുകാരനാണ് പ്രശസ്തനായ നടൻ ശ്രീ പ്രേം നസീർ, ഭരത് ഗോപി. ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ചു വളർന്നവരാണ്. എല്ലാം കഴിഞ്ഞ് ഞാനിന്ന് സിനിമാ രംഗത്ത് വന്ന് 340-ൽ പരം മലയാള സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങൾ, കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്നും നിൽക്കുന്നു. ഇന്ന് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്, പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി കിട്ടേണ്ട പ്രശസ്തി കിട്ടിക്കൊണ്ട് 90ാമത്തെ വയസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പൂർണ്ണ ആരോഗ്യത്തിൽ. ഇതിൽ വ്യത്യസ്തമായി ഇവിടെ നിന്ന് ഇന്നത് വാങ്ങാൻ എനിക്ക് സാധിച്ചതിൽ ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത്, കേരളത്തിലെ അല്ലെങ്കിൽ ഇവിടെ ചലച്ചിത്ര രംഗത്തുള്ള എല്ലാ ചാനലിലും പെട്ട നടീനടന്മാരെ, കഴിവുള്ളവരെ, പ്രശസ്തരെ ആദരിക്കാൻ വേണ്ടി ഈ ഫ്ലവേഴ്സ് ചാനൽ തീരുമാനിച്ചു എന്ന് ഓർക്കുമ്പോൾ എനിക്കതിനകത്തൊരു വലിയ സംഭവമായിട്ടാണ് തോന്നുന്നത്. ഇത് ചിന്തിക്കുന്നത് എന്തായാലും ഈ ആലോചന എന്ന് പറയുന്ന ഈ ആലോചന ഉണ്ടായത്, ഈ ബുദ്ധി തോന്നിയത് എൻ്റെ മാന്യ സുഹൃത്ത് ശ്രീകണ്ഠൻ നായരുടെ ബുദ്ധിയിലായിരിക്കണം എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഏതായാലും ഇതൊരു വലിയ സംഭവമാണ്. എനിക്ക് ഈ വേദിയിൽ വെച്ച് ഇത്രയും വലിയൊരു ആദരവ് തന്നതിലുള്ള നന്ദി ഞാൻ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സിനിമാ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധിച്ചതിൻ്റെ ജീവിതത്തിലെ കലാരംഗത്ത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതിക്കൊണ്ട് ഫ്ലവേഴ്സ് ചാനലിലും ശ്രീകണ്ഠൻ നായർക്കും ഗൂഗുലും ഗോപാലൻ ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് പിള്ള സർ.
ഈ ടെലിവിഷൻ രംഗത്ത് ഇത്രയും നാള് സാന്നിധ്യം അറിയിച്ചൊരു വ്യക്തിയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് തോന്നുന്നത് താങ്കൾക്ക്? റിലേറ്റീവ്ലി വളരെ ചെറിയൊരു കാലം മാത്രം ടെലിവിഷൻ രംഗത്തേക്ക് വന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ എനിക്ക് ധന്യമായി തോന്നുന്ന ഒരു കാര്യം, സംപൂജ്യനായ ജി കെ പിള്ള സാറിനെയും സമാദരണീയരായ ടി.ആർ. റോമനയമ്മയും പോലെ ജീവിച്ചിരിക്കുന്ന രണ്ട് ലെജൻഡ്സ് സിനിമയിലെ, എൻ്റെയൊക്കെ പേരൻസിൻ്റെ കാലഘട്ടം മുതലേ അവർ ആദരിക്കുന്ന ആ രണ്ട് ലെജൻസിനോടൊപ്പം വർക്ക് ചെയ്യാൻ എൻ്റെ കഴിഞ്ഞ 2 സീരിയലിലുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ ധന്യമായൊരു കാര്യമായി ഞാൻ കരുതുന്നു. അവർക്ക് രണ്ടുപേർക്കും ഈ വേദിയിൽ വെച്ച് ഞാൻ തന്നെ ഒരു പുരസ്കാരം നൽകാനുണ്ടായതും ഒരു ദൈവത്തിൻ്റെ നിയോഗമായി ഞാൻ കരുതുന്നു. ഈ രണ്ട് പറഞ്ഞ കുങ്കുമപ്പൂ ആയാലും ഇപ്പോൾ ഓമനമ്മയ്ക്ക് കിട്ടിയ ഈ ചാനൽ, ഈ സീരിയലായാലും, അങ്ങനെ ഒരു സീരിയൽ ഉണ്ടാകാനുള്ള എൻ്റെ ചാനൽ എഗെയിൻ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം, ഒരു തട്ടകം എന്ന് പറയുന്ന ഏഷ്യാനെറ്റ് ചാനൽ നൽകിയതുകൊണ്ടും അവർ നൽകുന്ന സഹകരണവും കൂടിയാണ് എനിക്ക് അത്രയും പെർഫോമൻസ് നടത്താൻ, അത്രയൊരു ഫ്രീ ഹാൻഡ് കിട്ടിയതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞത്. അതിന് ആ ചാനലിനോടുള്ള നിസ്സീമമായ നന്ദി ഞാൻ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഇവിടെ ആദരിക്കപ്പെടുന്ന, ഇനി ആദരിക്കപ്പെടുന്ന പോകുന്ന എല്ലാവരെയും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Kitex Flowers TV Awards